നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ബജാജിൻ്റെ റിയാണ്. ഓട്ടോയുടെ ബാക്കിൽ കിടക്കുന്ന വണ്ടിയാണ്. ഇതിൽ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ABCD ഓട്ടോനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല. എന്തായാലും പോയി നോക്കാം. അപ്പോൾ നമുക്കിന്ന് സ്റ്റാർട്ടാക്കാനുള്ള വണ്ടിയാണ് കിടക്കുന്നത്. ഓട്ടോ ആണ്. നമുക്ക് ചോദിച്ചൊക്കെ ഇയാളോട് സ്റ്റാർട്ടാവില്ലേ? അപ്പോൾ സ്റ്റാർട്ടാവും ആ ഓട്ടോ. ആ കുറേ ദിവസമായിട്ട് കിടക്കണം. ആരും ചാട്ടാക്കലില്ല, ഒന്നുമില്ല. നിങ്ങളെങ്ങനെ ചാട്ടാവില്ല. സ്റ്റാർട്ടാക്കി കാണിച്ചു തന്നാലോ? ചാട്ടായി കാട്ടി തരുന്ന വെച്ചാൽ ചാട്ടാവാൻ തോന്നുന്നില്ല. നോക്കെന്നാ. ഓക്കെ. ലൈറ്റൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ട്. ഭാഗ്യം, എഞ്ചിൻ അവിടെ തന്നെ ഉണ്ട്, ആരും കൊണ്ടുപോയിട്ടില്ല. കണ്ടോ, ഇവിടെ ലോറികളാണ്. ലോറികൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടെ ഓരോ പരിക്കുണ്ടാക്കും. വണ്ടി ഇങ്ങോട്ട് ഇവിടെ ഇരുന്ന് കടന്നിരുന്നേ, ഇത് ഇടിച്ചിടിച്ച് ഇങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് ആക്കിയതാണ്. അപ്പോൾ ഗൈസ്, ഇതിൽ ഓയിലുണ്ടോക്കാം. ഓയിലിൻ്റെ നോക്കുന്നത് ഇവിടെയാണ്. ഓയിലിൻ്റെത് ഊരാൻ കിട്ടുന്നില്ല. എങ്ങനെ നോക്കിയിട്ട് ഊരാൻ കിട്ടുന്നില്ല. ഓയിലുണ്ടെന്നാണ് കിട്ടുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ഓയിലുണ്ട്, അല്ല വേറെ രക്ഷയില്ല. ഡീസലുണ്ട്. ഡീസൽ നോക്കിയപ്പോൾ ഡീസൽ ഉണ്ട് ഇതിൽ. നമുക്കിതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാറ്ററിൻ്റെ എവിടെയൊന്നും കറക്റ്റ് അറിയില്ല. നമ്മളത് ആദ്യമായിട്ട് ആയത് കാരണം കറക്റ്റ് നമുക്കറിയില്ല. വണ്ടി കുറേ കാലമായിട്ട് ഇങ്ങനെ കിടക്കുക. ആരതാ വണ്ടി എന്നൊന്നും അറിയില്ല. ഇത് ഞങ്ങളെ വാഷിങ്ങാണ്. അപ്പോൾ ഇതിൽ ഭായി ഇരിക്കുന്ന റൂമാണത്. ഭായി അവൻ്റെ വീടാന്നാണ് പറയുന്നത്. ഏതൊക്കെ ഓട്ടാക്കിയിട്ടുണ്ടേ. പിന്നെ ആക്സിലേറ്റർ കേബിള്, ക്ലച്ച് ഒക്കെ വർക്ക് ചെയ്യണ്ടോ നോക്കാം. ആക്സിലേറ്റർ ഒന്ന് കൊടുക്ക്. ആ ക്ലച്ച് ക്ലച്ചും ആക്സിലേറ്ററും ഒക്കെ വർക്കിംഗ് ആണ്. എന്താ മീൻ വളർത്താൻ ഫ്ലഡ് എഫക്റ്റഡ് ഓട്ടോ ഉണ്ട് കൊടുക്കാനൊക്കെ. മീൻ വളർത്തൽ ബാധ്യതയിൽ മീൻ വളർത്തലുണ്ട് തോന്നുന്നു. അപ്പോൾ നമുക്ക് ബാറ്ററി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ബാറ്ററി സീറ്റിൻ്റെ അടിയിലാണ് വരുന്നത്, കണ്ടുപിടിച്ചു. ഈ സീറ്റിൻ്റെ അടിയിൽ ആണ് വരുന്നത്. ബാറ്ററി ടെർമിനൽ സീറ്റിൻ്റെ അടിയിൽ വരുന്നത് ഇവിടെ. ബാറ്ററി ആരും എടുത്ത് പോയിട്ടുണ്ട്. ടെർമിനലൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഇതാണ് ബായിൻ്റെ വീടാന്നാ പറയണേ. ഇതിവിടെ ഉള്ള ഒരു അടുത്തുള്ള ഒരാളത്തെന്ന് പറയണ. പക്ഷെ ചാവി കുറേ ഞങ്ങൾ അന്വേഷിച്ചു, കിട്ടാനില്ല. അപ്പോൾ ചാവിയാറ് ഊരിട്ടിട്ട് സ്റ്റാർട്ടാക്കേണ്ടി വരും. ആളെ സമ്മതത്തോടു കൂടിയാണ്. അല്ലാതെ റോട്ടിൽ കിടക്കണ വണ്ടി അങ്ങനെ സ്റ്റാർട്ടാക്കില്ല. ചാവിയാറൊക്കെ ഇനി എവിടെയാണ്? അപ്പോൾ ബാറ്ററി ഇല്ല. ബാറ്ററി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ചാവിയാറ് ഊരണം, ഡയറക്റ്റ് കൊടുക്കണം. ബാറ്ററി കൊടുത്തിട്ടുണ്ട്. വലിയ ബാറ്ററിയാണ്. ഒറ്റക്കൈമ ബാറ്ററി കൊണ്ടുണ്ട് ഒരാൾ. സിമ്പിളല്ല, ബാറ്ററിയൊക്കെ ഒറ്റക്കൈമ പൊക്കുണ്ട് ഒരാൾ. ചെറിയതാണ് ബാറ്ററി, ചെറിയതാണ്. അത് കുഴപ്പമില്ല. വെറുതെ വെച്ച് കൊടുക്കല്ലേ, പവറിനായിക്കോട്ടെ. മുട്ടിച്ചു കൊടുക്കല്ലേ, ടെർമിനൽ അങ്ങനെ വെച്ച് കൊടുക്കണ്ട്. ഏതാ പോസിറ്റീവ് എങ്ങനെ അറിയാം? അതെങ്ങനെ പോണത്? അത് വെറുതെ വെച്ചോട്ടെ. അല്ല, വെറുതെ അങ്ങനെ വെച്ചോക്കല എടുക്കുള്ളൂ അല്ലേ? സാധനം സൂട്ടാവില്ല. ചാവിയറ് നമുക്കൊന്ന് ഡയറക്റ്റ് കൊടുക്കണം. അതിനുള്ള പരിപാടിയിലാണ്.
ബാറ്ററിൻ്റെ ടെർമിനൽ ചെറുതാണ്, എന്താ ചെയ്യാൻ തന്നെ ഉള്ളൂ ബാറ്ററി ഉള്ളത്. ടെർമിനലിൻ്റെ ക്ലാമ്പ് ചെറുതാണ്, ഇത് വലുത്. കുഴപ്പമില്ല, എന്തായാലും ചെയ്ത് നോക്കാം. വണ്ടി കത്തിട്ടില്ലെങ്കിൽ സ്റ്റാർട്ടാവും, ഇല്ലെങ്കിൽ സ്റ്റാർട്ടാവട്ടോ. പിടിച്ചോ, പീസ് വയറിട്ടു. ഇല്ല, അപ്പോൾ ബാറ്ററിൻ്റെ ഭാഗം ഓക്കെയാണ്. ഒരു മിനിറ്റ് ആ ഒന്ന് അടിച്ചാ. കൊടുത്താ भैया तुम वो छोड़ देगा तो आगे जाएगा, नहीं छोड़ो छोड़ो। भैया ठीक है, वो जैसा माने ना ठीक है करो। കൊടുത്താ Yes! Hey, we made it! भाई ഗിയർ മാറ്റി നോക്ക്, ആ ടാറ്റ ഷോറൂമൊക്കെ എത്തും. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. വേറെ ഡയറക്റ്റ് കൊടുത്തിക്കണല്ല, വേറെ രക്ഷയല്ല, ചാവി കിട്ടല്ല. കുറേ അന്വേഷിച്ചു, ബാറ്ററി വലിയ സീനൊന്നുമില്ല, സ്റ്റാർട്ടായി. കുറേ കാലമായിട്ട് ഇങ്ങനെ മഴയും വെയിലും കൊണ്ട് കിടന്ന വണ്ടിയാണ്, പക്ഷേ സ്റ്റാർട്ടായിട്ടുണ്ട്. ഭായി ഓടിക്കാറിയെന്നൊക്കെ പറയണത്. ഇതാ ടയർ ചെക്കാണ്. ഫസ്റ്റ് കിട്ടോക്കാം.